പാലക്കാട് കഞ്ചിക്കോട്ടെ കാഴ്ചപരിമിതിയുള്ള PT5 കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നീക്കങ്ങൾ തുടങ്ങി. ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കാട്ടിനുള്ളിൽ വനപാലക സംഘം ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഡോക്ടർമാരുടെ ഒരു സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മയക്കുവെടി വെച്ച് കാട്ടിനുള്ളിൽ തന്നെ ചികിത്സ നൽകാനുള്ള നീക്കമാണ്. എങ്ങനെയാണ് ആ ദൌത്യം പുരോഗമിക്കുന്നത്? തീർച്ചയായും അനുജ, വിക്രമനും ഭരതനും രണ്ട് കുങ്കിയാനകളെ നേരത്തെ തന്നെ, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മലമ്പുഴ മേഖലയിൽ എത്തിച്ചിരുന്നു. ആ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഈ കുങ്കിയാനകൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കുങ്കിയാനകളെ മാത്രം വെച്ചുകൊണ്ടൊരു ദൗത്യം നടത്തുക എന്നത് ശ്രമകരമായ ദൗത്യം തന്നെയാണ്. കാരണം ഈ PT5 തീർച്ചയായും രണ്ട് കണ്ണിനും കാഴ്ചാ പരിമിതിയുണ്ട്. ഏത് ഭാഗത്തു കൂടെയാണ് അത് ഓടുക എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നല്ല ആരോഗ്യമുള്ള കാട്ടാനയാണ്. കണ്ണിന് മാത്രമാണ് കുഴപ്പമെന്ന ഒരു പ്രാഥമിക നിഗമനമാണ് വനവകുപ്പ് സംഘത്തിനുള്ളത്. എന്തായാലും ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ആനയുടെ ഇന്നത്തെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് പകർത്തി കാണിക്കുന്നത്. എന്തായാലും ഈ കാട്ടാനയെ അല്പസമയം മുൻപാണ് വനപാലക സംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനെ ഒരു മേഖലയിൽ ലൊക്കേറ്റ് ചെയ്ത് ഇനി മയക്കുവെടി വെക്കാനുള്ള ഒരു പരിസരത്തേക്ക് മാറ്റുക എന്ന ദൗത്യമാണ് ഇപ്പോൾ വനപാലക സംഘം ചെയ്യുന്നത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മറ്റൊരു മേഖലയിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. അതായത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉള്ളത്. അവരും വനത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 കുങ്കിയാനകളും അവിടെയുണ്ട്. എന്തായാലും ഒരു വിശാലമായ പ്രദേശം, ഉൾക്കാട് അകത്ത് വെച്ച് തന്നെ ഒരു വിശാലമായ പ്രദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.